ആ. എല്ലാ സുഹൃത്തുക്കൾക്കും ടൂർസ് ആൻഡ് ടെക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നുള്ളത് മലയാറ്റൂരടുത്തുള്ള മഹാഗണി തോട്ടത്തിലാണ്. ഇതൊരു എക്കോ ടൂറിസം പ്രോജക്റ്റാണ്. നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിടക്കാം. ഒരു കാടും പോലത്തെ ഒരു സെറ്റപ്പാണ്. കുളിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥലം. മലയാറ്റൂര് അടിവാരം പള്ളി കഴിഞ്ഞ് മലയടിവാരം എത്തുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ നല്ല കാടിന്റെ ആംബിയൻസ് ആണ്. ഇങ്ങോട്ട് മഹാഗണിത്തോട്ടം ഒന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ആലപ്പുഴയിലുള്ള ഒരു സ്ഥലമായിരിക്കും മിക്കവാറും കാണിക്കണത്. ഇല്ലിത്തോടെന്ന് സെർച്ച് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ വന്നാൽ മഹാഗണിത്തോട്ടത്തേക്ക് ഇഷ്ടംപോലെ സൈൻ ബോർഡുകളുണ്ട്. മാത്രമല്ല ഇല്ലിത്തോടും മഹാഗണിത്തോട്ടവും തൊട്ടടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. രാവിലെ 8 മുതൽ വൈകിട്ട് 4:30 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. മാത്രമല്ല 5 മണിക്ക് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുകയും വേണം. ഇവിടുത്തെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അഡൽട്ടിന് 50 രൂപയും 5-നും 12-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് 10 രൂപയും 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. കാറിന് 30 രൂപയുമാണ് ഇവിടുത്തെ ചാർജ്. ക്യാമറക്ക് 100 രൂപയും കൊടുക്കണം. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ വൈകിട്ട് 4:15 പിന്നെ ഇവിടുന്ന് കുറച്ച് നടത്തമുണ്ട്. ആ നടത്തമൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് പോരാൻ സമയവും 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ട് ക്യാമറ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിനുവേണ്ടി 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തില്ല. ക്യാമറ കാറിൽ തന്നെ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഈ വീഡിയോ ഫുൾ എടുത്തേക്കണത് എൻ്റെ മൊബൈലിലാണ്. നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. ഇതിലൂടെ ഒരു 3/4 കിലോമീറ്റർ നടത്തമുണ്ട് അങ്ങോട്ട്. ഇടയ്ക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ മരം നല്ല തിങ്ങി നിൽക്കുന്നതും ഉണ്ട്. വെയിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു കൂള് ഫീൽ ചെയ്യുന്നുണ്ട്. നടുവിലൂടെ കരിങ്കല്ലൊക്കെ പാകിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നടക്കാൻ നല്ലത് സൈഡിലൂടെയുള്ള മണ്ണിലൂടെ ആയിരിക്കും. പക്ഷെ മഴ പെയ്താൽ കല്ലിലൂടെ നടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെയാണ് ടിക്കറ്റ് കാണിക്കേണ്ടത്. ഉള്ള നടത്തം നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ. വലിയ ചൂടൊന്നും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യില്ല. ഈ മരത്തിന്റെ വേരുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കണത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ സൂക്ഷിക്കണം, നടക്കുന്ന വഴിയിലൊക്കെ വേരുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തട്ടി വീഴാതെ നോക്കണം. ഇവിടെ ഇപ്പൊ ഒരു ഹിന്ദി വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അവരുടെയാണ് ഈ വണ്ടിയും ഷെഡും എല്ലാം. ബാഹുബലിയും പുലിമുരുകനും പോലെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. നല്ല ഉയരമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്.
കാറ്റത്ത് ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞ് വീണാൻ ഒരു ഭംഗിയുണ്ട്. ഇവിടെ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. പലതരം ചിത്രശലഭങ്ങളുടെ ഡീറ്റെയിൽസിന്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബോർഡല്ല, ഒരുപാട് ബോർഡ്. ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് ഇവിടെ. ഇത് പലതരത്തിലുള്ള കിളികളുടെ ഡീറ്റെയിൽസ് ആണ്. വനം വകുപ്പിന്റെ കോമഡി രൂപത്തിലുള്ള വാണിംഗ് ആണിത്. സംഗതി കോമഡി ആയിട്ടൊക്കെയാണ് അവർ എഴുതി വെച്ചേക്കണെങ്കിലും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് പുഴയിലേക്കുള്ള വഴി. ഓ വാവ്, കുരങ്ങന്റെ ചാട്ടം സൂപ്പർ ആയിട്ടുണ്ട്. ആന കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് ഒക്കെ ഇട്ട് ഈ പ്രദേശം സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രദേശത്ത് ആന ഇറങ്ങുന്നതിന്റെ വാർത്ത ഡെയിലി എന്ന് പറഞ്ഞ പോലെ പത്രത്തിൽ കാണുന്നുണ്ട്. ഇവിടെ കുരങ്ങന്മാര് ഫാമിലി ആയിട്ടാണ് താമസം. കുഞ്ഞു ചെറിയ പൊട്ടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുരങ്ങന്റെ. പെരിയാറിന്റെ ഭാഗമായ പുഴയാണിത്. വെള്ളം തീരെ കുറവാണ്, പക്ഷെ നല്ല തെളിഞ്ഞ കുറച്ചൊരു തണുപ്പുള്ള വെള്ളമാണ്. ഇപ്പോൾ സമയം 4:45 ഇവിടെ വെയില് നല്ല കടുത്ത വെയിലാണ്. വെയിലിന് നല്ല ചൂടുണ്ട്, വെള്ളത്തിന് തണുപ്പുണ്ട്. ശരിക്കും ഇവിടെ വെയിൽ ആറിക്കഴിഞ്ഞിട്ടായിരിക്കും നല്ല അടിപൊളി ആംബിയൻസ്. പുഴ നല്ല മനോഹരമാണെങ്കിലും വെയില് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷെ കൃത്യം 5 മണിക്ക് തന്നെ നമ്മളെ ഇവിടെ നിന്ന് ഇവർ പറഞ്ഞു വിടും. അതെന്തുകൊണ്ടാണെന്നറിയില്ല, എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺ കാണുമായിരിക്കും. കാടും പുഴയൊക്കെ കുട്ടികൾക്ക് സേഫ് ആയിട്ടൊന്ന് പരിചയപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമാണത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമന്റും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.